ഇത് വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ കാളികാവ് പഞ്ചായത്തിലാണ്, പാറശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ കഴിഞ്ഞ കുറേ കാലമായി ഈ പുലിയുടെയും കടുവയുടെയും കാട്ടാനയുടെ ഒക്കെ ശല്യം നിരന്തരമായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു 4 മാസം മുമ്പ് തൊട്ടടുത്ത് 3 കിലോമീറ്റർ അപ്പുറത്ത് കരുവാരുകുണ്ട് പഞ്ചായത്തിൽ ഇതുപോലെ പുലി ഇറങ്ങിയതാണ്. നാട്ടുകാർ ലൈവായിട്ട് വീഡിയോ ലോകത്തെ ആകെ കാണിച്ചു കൊടുത്താണ്. അന്ന് നിയമസഭ നടക്കുന്ന സമയമായതുകൊണ്ട് വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാർ വനം മന്ത്രിയോട് നിയമസഭയ്ക്കകത്ത് അവിടെ കൂട് വെക്കണം എന്നാവശ്യപ്പെട്ടാണ്. പക്ഷേ ഈ നിമിഷം വരെ അവിടെ കൂട് വെക്കാനോ ക്യാമറ വെക്കാനോ വേണ്ട നടപടി സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല. ഇവിടെ തന്നെ കാളികാവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ 3 പരാതി കിടക്കുന്നുണ്ട്. ഒരാടിനെ കൊന്നത്, പട്ടികളെ കൊന്നത്, കോഴിയെ കൊന്നതൊക്കെ. ഫോറസ്റ്റ് മറിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാൾ മരിക്കുമ്പോൾ ഒരു 5 ലക്ഷം രൂപയും തൂക്കി പിടിച്ച് വന്നിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് വില കൽപ്പിച്ച ഒരൊറ്റ ഒന്നിനെ ഈ കേരളത്തിൽ മര്യാദയ്ക്ക് പുറത്തിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കൂല. മലയോര മേഖലയിലെ ജനങ്ങളെ കൊണ്ട് പന്താടുകയെ തോന്നിയാസം കാണിക്കേ ഒരു കാരണവശാലും DFO വന്ന് ഈ മരണത്തിന് 3 ചെറിയ കുട്ടികളാണുള്ളത്. ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മലയുടെ മേലെ പോയി റബ്ബർ തോട്ടം പാട്ടത്തിനെടുത്ത് വെട്ടുന്ന സമദ്, ഗഫൂർ പറയുന്ന 2 ആളുകളിൽ ഗഫൂറാണിന്ന് മരണപ്പെട്ടത്. സമദാണിത് കണ്ടത്. സ്വന്തം സഹോദരനെ പുലി കടിച്ച് കഴുത്തിന് വലിച്ചു കൊണ്ടുപോയി പുറവും കൈയും കാലും എല്ലാം തിന്നത് തൊട്ട് സഹോദരൻ കണ്ടിരിക്കുകയാണ്. ഇവർക്ക് വന്ന് മനുഷ്യന് 5 ലക്ഷം രൂപ വില ഇട്ടാണ് പോയാൽ വിഷയമൊക്കെ തീർന്നല്ലോ. അതുകൊണ്ട് ഇനി മനുഷ്യ ജീവന് കൊണ്ട് പന്താടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടേ ആരെയും പുറത്തേക്ക് വിടുകയുള്ളൂ എന്ന് തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ഇപ്പോൾ ഇവിടെ കൂട് സ്ഥാപിക്കാനും ഒപ്പം തന്നെ മയക്കുവെടി വെക്കാനൊക്കെ ഉള്ളൊരു തീരുമാനം വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അവിടെ കിട്ടുന്ന പുലിയെ കൊണ്ട് അവിടെ കിട്ടുന്ന പുലിയെ ഇവിടെ വിടുക, അവിടെ കിട്ടുന്ന പുലിയെ അവിടെ കൊണ്ട് വിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം. ഇത് നിരന്തരമായി വയനാട്ടിലും അതുപോലെ തന്നെ തിരുവമ്പാടിയിലും പിന്നെ നിലമ്പൂരും മമ്പാടും ഒക്കെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു പുലി എവിടുന്നേലും പിടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടുക, എന്നിട്ട് അവിടെ കുറച്ച് മനുഷ്യനെ കൊല്ലുക, മന്ത്രി ഒരു 5 ലക്ഷം രൂപയും തൂക്കി പിടിച്ച് വരിക. ഇതുകൊണ്ട് വിഷയം തീരുമോ? ഇവിടെ പുലിയെ വെടിവെച്ച് കൊല്ലണം, കരണിയെ വെടിവെച്ച് കൊല്ലണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. കേരള പ്രദേശത്ത് കുറച്ച് ആഴ്ചകളായിട്ടുള്ളൂ കടുവനെ കണ്ടിട്ട്. എന്ത് നടപടി അതിലുണ്ടായത്? ഇതിനെ പിടികൂടോളം കൂട് വെച്ചിട്ടില്ല. അതിന്റെ വഴിക്ക് പോയി. നാട്ടുകാർ പേടിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും. ഇനിയും കടുവന്റെ ഇതവിടെ വരും. കേരള അവിടെ കുറച്ചപ്പുറത്താണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യമാണ് ഇവിടെ ഉണ്ടായത്. ഈ ഏരിയയിലാകെ ഈ പ്രശ്നങ്ങളുണ്ട്. നാട്ടുകാർക്ക് ഭയങ്കര ഭീഷണിയാണിത്, ജീവന ഭീഷണിയാണ്. ഗവൺമെന്റാണ് ഈ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ ഗവൺമെന്റ് ഒഴിഞ്ഞു മാറി ജനങ്ങളെ പുലിക്കും കടുവക്കും എല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് 5 ലക്ഷം റുപ്യ തൂക്കി പിടിച്ച് കൊണ്ടുവന്ന SKN കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. അപ്പോൾ ഇതിൽ ഈ വന്യമൃഗ ശല്യത്തിന്, ഈ കരുവാരുകുണ്ട് കാളികാവ് മേഖലയിലെ വന്യമൃഗ ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ, അതൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കൂ എന്നുള്ള ഒരു നിലപാട് നാട്ടുകാരെടുക്കുന്നു. ഒപ്പം തന്നെ സൗത്ത് DFO ധനിക്ലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഏകദേശം ഒരു 300 മീറ്ററോളം ഇവിടെ നിന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ വന്യമൃഗശല്യ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും അതിൽ ഗഫൂർ എന്നുള്ള 45 വയസ്സുള്ള ഗഫൂർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. 3 കുട്ടികളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ പ്രതിഷേധം ഈ പ്രദേശത്ത് ഉണ്ടാവുകയാണ്. ഇന്ന് ഏകദേശം ഒരു 6 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാവുന്നത്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കാളികാവിൽ നിന്നാണ്. അവിടെ ഒരു ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. എന്തായാലും വനമന്ത്രി ഇതിൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. മൃതദേഹം അവിടുന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്നാണ്. അവരുടെ ചെറിയ 3 കുട്ടികളാണ് അദ്ദേഹത്തിന് മക്കളായിട്ടുള്ളത്. അവരുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തീരുമാനമായാൽ മാത്രമേ മൃതദേഹം മാറ്റാൻ അനുവദിക്കൂ എന്നാണ് DFOയുടെ സന്ദർശനം ഉണ്ടായെങ്കിലും നാട്ടുകാർ പറയുന്നത്.